இன்னைக்கு டிசபிலிட்டி பசங்களுக்காக ஆனர் செலிப்ரேஷன் வச்சுருக்காங்க. அதனால நானும் எங்கள் அண்ணனும் எல்லோரும் சேர்ந்து வந்திருக்கோம். இங்கே ஆலுவாலில் ஏலி ஹில்ஸ்னு சொல்லி ஒரு இடத்துல தான் நாங்கள் செலிப்ரேஷன் பண்ணியிருக்காங்க. அந்த வீடியோவில் நீங்கள் பார்க்க போகிறீங்க காய்ஸ். ഇനി ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല, അതൊരു കോമ മാത്രമാണ്. ഒരു പുതിയ തുടക്കത്തിന് മുൻപുള്ള ചെറിയ ഇടവേളയാണ് അല്ലേ. നമുക്കൊരിക്കലും ഒരു ഭിന്നശേഷിക്കാരനായ കുട്ടി അല്ലെങ്കിൽ കാര്യമായ കുട്ടിയെ മറ്റേ ഒരു കുട്ടിയാക്കാൻ പറ്റില്ല. അപ്പൊ ആ ഒരു ഇടവേള നിങ്ങൾ എടുത്തോളൂ, പക്ഷെ തിരിച്ച് ആ കുട്ടിയെ വളർത്തിക്കൊണ്ടുവരണം. ഡിനയൽ പാടില്ല. അങ്ങനെ രണ്ടാളും ഒരുമിച്ചുള്ള ഒരു മധുര ജീവിതത്തിന്റെ വിജയത്തിന് നാഥൻ നമ്മളെ എല്ലാം തുണയ്ക്കട്ടെ. ഇനി ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ സമയം. ഇങ്ങനെയുള്ള കുട്ടി വളർത്തുന്നതുകൊണ്ട് നമുക്കുണ്ടാവുന്ന ശാരീരികവും മാനസികവും വൈകാരികവുമായ ക്ലേശങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഉറങ്ങാതിരുന്നാൽ നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ കുട്ടിയെ വളർത്തും? ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാറുണ്ടോ? ചെയ്യണം. വ്യായാമം ചെയ്യാറുണ്ടോ? നല്ല പോഷകാഹാരം കഴിക്കാറുണ്ടോ? ഇതൊക്കെ ചെയ്യണം. ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങളാണ് നിങ്ങൾക്ക്. ഇനി മാനസികം, നിങ്ങൾ കൗൺസിലിംഗ് ചെയ്യണം. വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ക്ഷീണം വരും, കരച്ചിൽ വരും, ദേഷ്യം വരും, ഇതൊന്നും നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇതെല്ലാം സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ കരഞ്ഞോളൂ, നിങ്ങൾ ദേഷ്യപ്പെട്ടോളൂ, ഇതെല്ലാം സ്വാഭാവികമാണ്. ഇതൊന്നും നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിട്ട് ചെയ്യുന്നതല്ല. ഒന്നും നിർത്തരുത്. കംപ്ലീറ്റ്ലി കുട്ടി വന്നേ പിന്നെ ഞാൻ ആകെ മാറിപ്പോയി. കുറച്ചൊക്കെ നമ്മൾ മാറും, പക്ഷെ നിങ്ങളെ തന്നെ നഷ്ടപ്പെടുത്തരുത്. അതായിരുന്നു എൻ്റെ പഠനത്തിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് ഞാൻ കണ്ട ഒരു കാര്യം. നമ്മളെ തന്നെ നഷ്ടപ്പെടുത്തിയാൽ നമ്മുടെ കുട്ടിക്ക് നമ്മളെ നഷ്ടപ്പെടും. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ കൂട്ടായ്മകളെ കുറിച്ചാണ്. എനിക്കറിയാം അത്ര എളുപ്പമല്ല, പക്ഷെ നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് എപ്പോഴും നമുക്ക് വേണം. നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു ഗ്രൂപ്പ്, നമ്മുടെ വിഷമങ്ങൾ പങ്കിടാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ്, നമ്മുടെ കുട്ടികളുടെ മൈൽ സ്റ്റോൺസ് പറയുമ്പം സന്തോഷിക്കുന്ന ഒരു ഗ്രൂപ്പ് അല്ലേ. എൻ്റെ കുഞ്ഞെന്നെ നോക്കി എന്ന് പറയുമ്പോൾ സന്തോഷിക്കുന്ന ഒരു ഗ്രൂപ്പ്. അപ്പോൾ അവിടെ നിന്നും ഇങ്ങോട്ട് നമ്മളോട് പറയും. അങ്ങനെയുള്ളൊരു കൂട്ടായ്മ നമുക്ക് വേണം. ആ കൂട്ടായ്മ പതുക്കെ വളർന്ന് നമുക്ക് ഇപ്പോൾ ഒരു യാത്ര പോകാൻ പറ്റും. ഓണത്തിനും പെരുന്നാളിനും ക്രിസ്മസിനും ഒക്കെ നമുക്കൊന്ന് കൂടാൻ പറ്റും. പിന്നെ അങ്ങനെയുള്ള ഒരു കൂട്ടായ്മയിലാണ് നമുക്ക് കുട്ടികൾക്ക് വേണ്ടി നമുക്ക് ആ സമയം കൂടുതൽ ക്വാളിറ്റി ഉള്ളതാക്കാൻ പറ്റുക. പിന്നെ ഇതുപോലത്തെ ചാനലുകളൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് എല്ലാവർക്കും മൊബൈൽ ഫോൺ ഉണ്ട്, മിക്കവർക്കും സ്മാർട്ട് ഫോൺ ഉണ്ടാവും. അപ്പം ഞാൻ തന്നെ ഇങ്ങനെ എൻ്റെ സ്റ്റഡി ആയിട്ട് ബന്ധപ്പെട്ട് സെർച്ച് ചെയ്തപ്പോഴാണ് ഞാൻ കണ്ടത് ഒരു ഹിന്ദി ചാനൽ. മലയാളത്തിൽ ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല. ഒരു ജോഷ് ടോക്ക് എന്ന് പറയുന്ന ഒരു ഹിന്ദി ചാനലുണ്ട്. അതിനകത്ത് എല്ലാ ദിവസവും ഒരു ഓട്ടിസം ബാധിച്ച കുട്ടിയുടെ അമ്മ വന്നിട്ട് അവരുടെ എക്സ്പീരിയൻസ് പറയും. അതിനകത്ത് എല്ലാ കുട്ടികളും കഴിവുള്ളവരൊന്നും അല്ല, പക്ഷെ അവർ പോയ ബുദ്ധിമുട്ടുകൾ, ഹസ്ബൻഡ് വിട്ടിട്ട് പോയി, കുട്ടീനെ എങ്ങനെ അവർ വളർത്തിയെടുത്തു, അവർക്കുണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എങ്ങനെ അവർ തരണം ചെയ്തു. ചിലർ തരണം ചെയ്തിട്ടുമില്ല, ചിലരുടെ കുട്ടികൾക്കൊരു മാറ്റവും ഇല്ല. പക്ഷേ അവരത് മുഴുവൻ ഒരു മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് പറയുന്നുണ്ട്. ഹിന്ദിയാണ്, പക്ഷെ നമുക്ക് വേണമെങ്കിൽ ക്യാപ്ഷൻ ഇട്ട് കേൾക്കാം. അങ്ങനെ അതെല്ലാം കേട്ടപ്പോഴാണ് ഞാൻ ഇത്രയും സ്റ്റഡിയിൽ ഞാൻ ഇത്രയും ഇൻവോൾവ് ആയത്. അപ്പം ഇങ്ങനെയുള്ള നമ്മൾ മാത്രമല്ല ഈ ലോകത്ത് ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇതൊക്കെയാണ് ജീവിതം. അപ്പം എത്രയോ ചെറുതാണ് എൻ്റെ പ്രശ്നമെന്ന് മനസ്സിലാക്കാനുള്ളൊരു അവസരം കൂടിയായിരിക്കും ഈ കൂട്ടായ്മ. ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. നമ്മുടെ കുട്ടികളെ ചിലപ്പോൾ വലുതായി കാണും, എന്നാലും അവർക്ക് നമ്മുടെ ആവശ്യമുണ്ട്. അപ്പം അവർക്ക് ആവശ്യമുള്ള സ്ഥിതിക്ക് നമ്മളെ നഷ്ടപ്പെടുത്താതിരിക്കുക. ഇങ്ങനൊരു കൂട്ടായ്മ ഇവിടെ നടക്കുന്നു എന്നുള്ളത് തന്നെ വലിയൊരു അനുഗ്രഹമാണ് നമുക്ക്. ഇത് നഷ്ടപ്പെടുത്താതെ നോക്കുക. ഇതിനെയും വളരാൻ നാഥൻ തുണയ്ക്കട്ടെ. കൂടുതലായിട്ടും പുറമെയുള്ള പഞ്ചായത്തുകളിലോട്ടും ഇത് വളരട്ടെ. ഇനിയും നമ്മളെ പോലെയുള്ള അമ്മമാരെ ആവശ്യമുള്ള സ്ത്രീകളുണ്ടാവും. അവർക്കും നമ്മൾ തണലാകട്ടെ. ഈ പേര് പോലെ തന്നെ തണല് നമ്മളുടെ പല അമ്മമാർക്കും ഉപകാരപ്പെടാൻ നാഥൻ തുണയ്ക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം